അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ ഒന്നാമത്തെ പാഠമായ അൽ കാബത്തു ഖിബ്ലത്തുന എന്നുള്ള പാഠമാണ് ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത്. പദാനുപദം അർത്ഥങ്ങളും അത്യാവശ്യ വിശദീകരണങ്ങളും നൽകിക്കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ക്ലാസ് അവതരിപ്പിക്കുന്നത്. തുടർന്നുള്ള പാഠങ്ങളും ഇതുപോലെ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ പാഠം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്, ഈ പാഠത്തിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് മുഅറബും മബ്നിയും. എന്താണ് മുഅറബ്, എന്താണ് മബ്നിയ്, അതുപോലെ തന്നെ ഇഅ്റാബുകൾ എത്ര, ഏതൊക്കെ, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ മുഅറബ് എന്ന് പറയുമ്പോൾ ചില പദങ്ങൾ ചില സന്ദർഭങ്ങളിൽ അതിന്റെ അവസാനത്തിൽ അതിന്റെ ഹർക്കത്തിൽ മാറ്റമുണ്ടാവും. ഇഅ്റാബിൽ എന്ത് ചെയ്യും, മാറ്റമുണ്ടാവും. അപ്പൊ മാറ്റം വരുന്ന പദങ്ങൾ അതാണ് മുഅറബ്. അതുപോലെ മാറ്റം വരാത്തത് അതിന് മബ്നി എന്നും പറയും. അതായത് ആമിൽ പകർച്ചയാകുന്ന കാരണം കൊണ്ട് അവസാനം പകർച്ചയാകുന്നതിനാണ് മുഅറബ് എന്ന് പറയുന്നത്. ആമിൽ പകർച്ചയാകുന്ന കാരണം കൊണ്ട് അവസാനം പകർച്ചയാകാത്തതിന് മബ്നി എന്നും പറയുന്നു. അപ്പൊ ചില പദങ്ങൾ അതിന്റെ ആമിൽ മാറ്റം വന്നാലും ആ പദത്തിന്റെ അവസാനത്തിൽ എന്തുണ്ടാവൂല, മാറ്റം വരൂല. അപ്പൊ മാറ്റം വരാത്തത് മബ്നിയ്, മാറ്റം വരുന്നത് മുഅറബ്. ഇനി അതുപോലെ തന്നെ ഇഅ്റാബുകൾ 4 എണ്ണമാണ്. അതായത് റഫ്, നസ്ബ്, ജർറ്, ജസ്മ്. റഫ് എന്ന് പറഞ്ഞാൽ അത് ലമ്മത്തിനെ സൂചിപ്പിക്കും. നസ്ബ് എന്ന് പറഞ്ഞാൽ അത് ഫതഹത്തിനെ സൂചിപ്പിക്കും. ജർറ് എന്ന് പറഞ്ഞാൽ അത് കസ്റത്തിനെ സൂചിപ്പിക്കും. ജസ്മ് എന്ന് പറഞ്ഞാൽ അത് സുക്കൂനിനെ സൂചിപ്പിക്കും. അപ്പൊ ഈ അവസാനത്തിൽ പകർച്ചയാകുന്നതിന് മുഅറബ് എന്നും അവസാനത്തിൽ പകർച്ചയാകാത്തതിന് മബ്നി എന്നും പറയും. അത് പ്രത്യേകം നാം മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അൽ കാബത്തു ഖിബ്ലത്തുന, കാബ നമ്മുടെ ഖിബ്ലയാകുന്നു. ഹൽ റഅയ്തും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഹാദൽ ബൈത്ത, ഈ വീടിനെ. അപ്പൊ നിങ്ങൾ ഈ വീട് കണ്ടിട്ടുണ്ടോ. ഹൽ റഅയ്തും ഹാദൽ ബൈത്ത, ഈ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ. അടുത്തത് ഹാദാ ബൈത്തുല്ലാഹിൽ ഹറാം. ഹാദാ ഇത്, ബൈത്തുല്ലാഹിൽ ഹറാമു അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനമാണ് അല്ലെങ്കിൽ വീടാണ്. ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനമാണ്. യതവജ്ജഹുൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ മുന്നിടും, ഇലാ ഹാദൽ ബൈത്തി, ഈ വീട്ടിലേക്ക്, ഈ സ്വലവാതിഹിം അവരുടെ നിസ്കാരങ്ങളിൽ. അപ്പൊ മുസ്ലിമീങ്ങൾ അവരുടെ നിസ്കാരങ്ങളിൽ ഈ ഭവനത്തിലേക്ക് മുന്നിടും, അല്ലെങ്കിൽ ഈ ഭവനത്തിലേക്കാണ് മുന്നിടുന്നത്. ഹാദൽ ബൈത്തു, ഈ വീട്, ഹുവൽ കാബത്തു ശരീഫത്തു, അത് പരിശുദ്ധമായ കഅബയാണ്. അപ്പൊ എന്താ പറഞ്ഞത്, ഈ ഭവനമാണ് പരിശുദ്ധമായ കഅബ. ഹിയ അത്, അതായത് കഅബ, അവ്വലു ബൈത്തിൻ ആദ്യത്തെ വീടാകുന്നു. എങ്ങനത്തെ വീടാണ്, വുളിഅ അതിനെ സ്ഥാപിക്കപ്പെട്ടു, ലിഇബാദത്തില്ലാഹി അല്ലാഹുവിനെ ആരാധിക്കുന്നതിനായി. അപ്പൊ അല്ലാഹുവിനെ ആരാധിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഭവനമാണിത്. അൽ കാബത്തു ഫീ മക്കത്തൽ മുകറമതി, അൽ കാബത്തു കഅബ ഫീ മക്കത്തൽ മുകറമതി പരിശുദ്ധ മക്കയിലാണ്. അപ്പൊ എന്താ പറഞ്ഞത്, കഅബ പരിശുദ്ധ മക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് യദ്ഹബുൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ പോകുന്നു, ഇലാ മക്കത്ത മക്കയിലേക്ക്. എന്തിനു വേണ്ടി, ലി അദാഇൽ ഹജ്ജി വൽ ഉംറത്തി, ഹജ്ജും ഉംറയും നിർവഹിക്കുന്നതിനായി. മാത്രമല്ല വയതൂഫൂന ബിൽ കഅബത്തി, കഅബയെ അവർ തവാഫ് ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞില്ല, വയസ്ഔന ബൈന സഫാ വൽ മർവത്തി, സഫാ മർവക്കിടയിൽ സഅയ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ എന്താ പറഞ്ഞത്, മുസ്ലിമീങ്ങൾ ഹജ്ജും ഉംറയും നിർവഹിക്കുന്നതിനായി മക്കയിലേക്ക് പോകുന്നു.
മാത്രമല്ല അവർ കാബയെ ത്വവാഫ് ചെയ്യുകയും സഫാ മർവക്കിടയിൽ സഅയ് ചെയ്യുകയും ചെയ്യുന്നു. ബനാ ഇബ്രാഹീമു വബ്നുഹു ഇസ്മാഈലു അലൈഹിമസ്സലാം. ഇബ്രാഹിം നബിയും അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ നബിയും നിർമ്മിച്ചു. എന്തിനെ നിർമ്മിച്ചു? അൽ കഅബത, കഅബയെ. വഹുമാ, അവർ രണ്ടാളും യഖൂലാനി, പറയുകയും ചെയ്തു. എന്താ പറഞ്ഞത്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം എന്ന് പറയുകയും ചെയ്തു. എന്താ പറഞ്ഞത്? ഇബ്രാഹിം നബിയും അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ നബിയും കഅബ നിർമ്മിച്ചു. എന്നിട്ട് ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. തീർച്ചയായും നീ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാകുന്നു എന്ന് അവർ രണ്ടുപേരും പറയുകയും ചെയ്തു. അപ്പൊ ഇതാണ് പാഠം. പാഠഭാഗത്ത് ചില പദങ്ങൾ കളർ കൊടുത്തിട്ടുണ്ട്. ആ കളർ കൊടുക്കപ്പെട്ട പദങ്ങളെ കുറിച്ച് ശരിക്കും നാം എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോഴാണ് ഈ പാഠം നമുക്ക് ശരിക്കും മനസ്സിലാകുക. അപ്പൊ തദ്രീബാത്ത് പഠിക്കുമ്പോ ഏറെക്കുറെ ആ പാഠം നമുക്ക് ശരിക്കും മനസ്സിലാവും. തദ്രീബാത്തിൽ ഒന്നാമത്തെ നുലാഹിദു അവാഖിറൽ കലിമാത്തിൽ മുലവ്വനത്തി വനഫ്ഹമുൽ ഫർഖ ബൈനൽ മുഅറബി വൽ മബ്നിയി. എന്താ അതിന്റെ അർത്ഥം? നിറം കൊടുത്തിട്ടുള്ള വാക്കുകളുടെ അവസാന ഭാഗം നമുക്ക് ശ്രദ്ധിക്കുകയും മുഅറബ്, മബ്നി എന്നിവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുകയും ചെയ്യാം. ഹാദൽ ബൈതു ഹുവൽ കഅബത്തു. അടുത്തത് ഹൽ റഅയ്തും ഹാദൽ ബൈത. അടുത്ത യതവജ്ജഹുൽ മുസ്ലിമൂന ഇലാ ഹാദൽ ബൈതി. ഇവിടെ പച്ച കളറിൽ കൊടുത്തിട്ടുള്ള പദം ഹാദ, രണ്ട് ഭാഗത്ത് ഹാദ ഹാദ എന്ന് കണ്ടു. അത് രണ്ടും ഒരുപോലെയാണ്. അതിനൊരു മാറ്റവും ഇല്ല. അതിന്റെ അവസാനത്തിൽ എന്തില്ല? ഒരു മാറ്റവും ഇല്ല. എന്നാൽ ബൈത്ത് എന്നുള്ള പദം രണ്ട് ഭാഗത്ത് കണ്ടു. ഒരു ഭാഗത്ത് കണ്ടത് ബൈത്ത എന്നാ കണ്ടത്, ഒരു ഭാഗത്ത് കണ്ടത് ബൈത്തി എന്നുമാണ്. അപ്പൊ ഓരോടത്ത് ബൈത്ത, അതിന്റെ അവസാനത്തിൽ ഇറാബ് നസ്ബാണ്, അതായത് ഫതഹാണ്. ഒരു ഭാഗത്ത് ബൈത്തി, അവിടെ ഇറാബ് ജർറാണ്, അതായത് കസ്റാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, മാറ്റമില്ലാത്തത് മുഅറബ്, മാറ്റമുള്ളത് മബ്നി. അപ്പൊ ഹാദ എന്ന പദത്തിന് രണ്ട് ഭാഗത്തും അതെന്തില്ല? ഒരു മാറ്റവും ഇല്ല. എന്നാൽ ബൈത്ത എന്നുള്ള പദം ഒരോടത്ത് ബൈത്തയാണെങ്കിൽ ഒരോടത്ത് ബൈത്തി എന്നാണ്. അപ്പൊ അത് രണ്ട് ഭാഗത്തും വെവ്വേറെ രൂപത്തിലാണ്. രണ്ട് ഭാഗത്തും ഇറാബിൽ എന്തുണ്ട്? മാറ്റമുണ്ട്. അപ്പൊ മാറ്റമുള്ളത് മുഅറബും മാറ്റമില്ലാത്തത് മബ്നിയുമാകുന്നു എന്ന് നാം മനസ്സിലാക്കുക. ഇനി അടുത്തത് അൽ കഅബത്തു ഫീ മക്കത. അടുത്തത് ബനാ ഇബ്രാഹീമു വ ഇസ്മാഈലു അലൈഹിസ്സലാം അൽ കഅബത. അടുത്തത് യതൂഫുൽ ഹുജ്ജാജു ബിൽ കഅബത്തി. ഇവിടെ മൂന്ന് ഭാഗത്തും എന്താണ്? കഅബ എന്നുള്ള പദത്തിന് ഇറാബിൽ എന്തുണ്ട്? മാറ്റമുണ്ട്. അപ്പൊ ഈ കഅബത്ത് എന്നുള്ളത് എന്താണ്? മുഅറബാണ്. ഒരിടത്ത് കഅബത്തു ഫീ മക്കത, കഅബ മക്കയിലാണ്. അടുത്ത ബനാ ഇബ്രാഹിമു ഇസ്മായിലു അലൈഹിസ്സലാം അൽ കഅബത. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും നിർമ്മിച്ചു. എന്തിനെ നിർമ്മിച്ചു? അൽ കഅബത, കഅബയെ. അപ്പൊ അവിടെ എന്താണ്? നസ്ബാണ്. അടുത്ത യതൂഫുൽ ഹുജ്ജാജു ബിൽ കഅബത്തി. ഹാജിമാര് കഅബയെ തവാഫ് ചെയ്യും. അവിടെ എന്താണ്? ബിൽ കഅബത്തി എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്താണ്? മാറ്റം വരുന്നത് മുഅറബാണ് എന്ന് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ നുലാഹിദുൽ ജദ്വല. കോളം നമുക്ക് എന്ത് ചെയ്യാം? ശ്രദ്ധിക്കാം. പട്ടിക നമുക്ക് ശ്രദ്ധിക്കാം. അംസിലത്തുല്ലിൽ മുഅറബി, മുഅറബിനുള്ള ഉദാഹരണങ്ങൾ. ഒരിടത്ത് എന്തുണ്ട്? അംസിലത്തു, അൽ അംസിലത്തു എന്നുണ്ട്, അതായത് ഉദാഹരണങ്ങൾ. ഒരു ഭാഗത്ത് അന്നൗഉ എന്നുണ്ട്, ഏത് ഇനം ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഏത് ഇനം പദങ്ങളാണ്. അപ്പൊ അൽ അംസിലത്തു എന്നുള്ളിടത്ത് ആദ്യത്തെ നമുക്ക് നോക്കാം. കിതാബുൻ, ത്വാലിബുൻ, ബഖറത്തുൻ, ഷജറത്തുൻ. ഇതൊക്കെ എന്താണ്? മുഅറബാണ്. ഇത് ഏത് ഇനം പദാണ്? ഇതൊക്കെ എന്താണ്? അൽ ഇസ്മു, ഇസ്മുകളാണ്. കിതാബ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു പേരാണല്ലോ. ത്വാലിബ് എന്ന് പറഞ്ഞാൽ, ബഖറത്തുൻ എന്ന് പറഞ്ഞാൽ, ഷജറത്തുൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു നാമമാണ്. ഇനി അടുത്തത് യദ്ഹബു, തക്തുബു, നജിലിസു, അഖറഉ. ഇതും എന്താണ്? മുഅറബാണ്.
ഇത് ഏത് ഇനം മുഅറബാണ്? ഇത് ഇസ്മല്ല. പിന്നെ ഇതെന്താ? അൽ ഫീലുൽ മുദാരിഉ, മുദാരി ആയ ഫീലുകളാകുന്നു. ഇതൊക്കെ എന്താണ്? മുദാരി ആയ ഫീലുകളാണ്. ഇനി അടുത്തത് അംസിലത്തുൽ മബ്നിയി, മബ്നിയ്ക്കുള്ള ഉദാഹരണങ്ങൾ. അവിടെ എന്തുണ്ട്? മേൽ പറഞ്ഞ പോലെ അൽ അംസിലത്തു എന്നും അന്നൗഉ എന്നുണ്ട്. ഉദാഹരണങ്ങളും അത് ഏത് ഇനത്തിൽപ്പെട്ടതാണ് എന്നുള്ളതും. ഹുവ, ഹിയ, അന്ത, നഹ്നു. അപ്പൊ ഇതൊക്കെ എന്താണ്? അല്ലമാഇറു, ലമീറുകളാണ്. അപ്പൊ ലമീറുകളൊക്കെ എന്താണ്? മബ്നിയാകുന്നു. ഇനി അടുത്തത് മൻ, ഹൽ, കൈഫ, ഐന. ഇതൊക്കെ എന്താണ്? മബ്നിയാണ്. ഈ ഐന എന്നുള്ള പദമൊക്കെ എവിടെ ഉപയോഗിക്കുകയാണെങ്കിലും ഐന എന്ന് മാത്രമേ പറയുള്ളൂ. അവിടെ ഒരു മാറ്റം ഉണ്ടാവില്ല. ഇതൊക്കെ എന്താണ്? മബ്നിയാന്ന് മനസ്സിലായി. ഇത് ഏത് ഇനം മബ്നിയാണ്? അദവാത്തുൽ ഇസ്തിഫ്ഹാമി, ഇസ്തിഫ്ഹാമിന്റെ അടയാളങ്ങളാണ്. ഇതൊക്കെ എന്താണ്? ഇസ്തിഫ്ഹാമിന്റെ അടയാളങ്ങളാണ്. അടുത്തത് ഹാദാ, ഹാദിഹി, ദാലിക, തിൽക. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ അസ്മാഉൽ ഇശാറത്തി, ഇശാറത്തിന്റെ ഇസ്മുകളാണ്. അതായത് സൂചനയുടെ ഇസ്മുകൾ, ഇശാറത്തിന്റെ ഇസ്മുകൾ. അടുത്തത് ഫീ, മിൻ, ലാ, ഇന്ന. ഇതൊക്കെ എന്താണ്? അൽ ഹുറൂഫു, ഇതൊക്കെ ഹർഫുകളാണ്. ഇതൊക്കെ എന്താണ്? മബ്നിയാണ്. അടുത്തത് ഫഅല, ഫഅലു, ഇഫ്അൽ, ഇഫ്അലി. ഇതിൽ രണ്ട് വിധം പദങ്ങളുണ്ട്. ആദ്യത്തെ രണ്ടെണ്ണം അൽ ഫീലുൽ മാലി, മാലിയായ ഫീലുകളാകുന്നു. അവസാനം പറഞ്ഞ രണ്ടെണ്ണം ഇഫ്അൽ എന്നുള്ളതും ഇഫ്അലി എന്ന് പറഞ്ഞതും വഫീലുൽ അംരി, അംറു ഫീലാകുന്നു. അടുത്ത മൂന്നാമത്തെ നുക്കമ്മിലുൽ ഫറാഗ കമാഫിൻ നമൂദജി, വിട്ട ഭാഗം ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് പൂരിപ്പിക്കാം. എന്താ ഒന്നാമത്തത് കൊടുത്തിട്ടുള്ളത്? ദാലിക മസ്ജിദുൻ. ദാലിക മസ്ജിദുൻ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്, ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ദാലിക മസ്ജിദുൻ, അത് പള്ളിയാകുന്നു. അടുത്ത ഉഹിബ്ബു ദാലികൽ മസ്ജിദ, ആ പള്ളിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അടുത്തത് സ്വല്ലൈതു ഫീ ദാലികൽ മസ്ജിദി, ആ പള്ളിയിൽ ഞാൻ നിസ്കരിച്ചു. ഇവിടൊക്കെ എന്താണ്? നമ്മൾ ശ്രദ്ധിക്കും വേണം. ഈ മസ്ജിദുൻ എന്നുള്ള പദം മൂന്ന് ഭാഗത്തും മൂന്ന് രൂപത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് തിൽക മക്തബത്തുൻ, അത് ലൈബ്രറി ആകുന്നു. അപ്പൊ ഈ തിൽക മക്തബത്തുൻ എന്ന് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ വിട്ട ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യണം? പൂരിപ്പിക്കണം. അപ്പൊ ആദ്യ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ തന്നെ എഴുതാ തിൽക മക്തബത്തുൻ, അത് ലൈബ്രറി ആകുന്നു. അടുത്തത് ഉഹിബ്ബു ഡാഷ് അൽ മക്തബത, അപ്പൊ അവിടെ എന്ത് എഴുതി കൊടുക്കണം? തിൽക എന്ന് എഴുതി കൊടുക്കണം. അപ്പൊ എങ്ങനെ ഉണ്ടാകുക? ഉഹിബ്ബു തിൽകൽ മക്തബത, ആ ലൈബ്രറിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അടുത്തത് ദഹബത്തു ഇലാ തിൽക, ദഹബത്തു ഞാൻ പോയി, ഇലാ തിൽക ഡാഷ് എന്നുള്ളടത്ത് എന്ത് ചെയ്യണം? അൽ മക്തബത്തി എന്ന് എഴുതണം. ആ ലൈബ്രറിയിലേക്ക് ഞാൻ പോയി. അടുത്തത് നാലാമത്തത് നുഅരിബു, നമുക്ക് അറബിയാക്കാം. കഅബ എവിടെയാണ്? അപ്പൊ എവിടെ എന്നുള്ളതിന് ഉപയോഗിക്കുന്ന പദം ഏതാണ്? ഐന എന്നുള്ളതാണ്. അപ്പൊ ഐനൽ കഅബത്തു, കഅബ എവിടെ? അടുത്ത ഇത് എന്റെ മദ്രസയാണ്, ഇത് എന്റെ മദ്രസയാണ്. ഹാദിഹി മദ്രസത്തി. അടുത്തത് അഞ്ചാമത്തെ നുലാഹിദുൽ മുഫ്രദ വൽ ജംഅ, ഏകവചനവും ബഹുവചനവും നമുക്ക് ശ്രദ്ധിക്കാം. ബൈത്തുൻ എന്നുള്ളത് മുഫ്രദാണ്, അതിന്റെ ജംആണ് ബുയൂത്തുൻ. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ മേൽ അറിയിക്കുന്നത്, ജംഅ എന്ന് പറഞ്ഞാൽ ബഹുവചനം. അപ്പൊ ബൈത്തുൻ വീട്, ബുയൂത്തുൻ വീടുകൾ. അടുത്ത സ്വലാത്തുൻ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, സ്വലവാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നിസ്കാരം, നിസ്കാരങ്ങൾ. അടുത്തത് ആറാമത്തെ നഖ്റഉൽ ആയാതി താലിയത വനക്തശിഫു മിൻഹൽ കലിമാത്തിൽ മബ്നിയത വനഖുത്തു തഹ്തഹാ. എന്താ പറഞ്ഞിട്ടുള്ളത്? താഴെ നൽകിയിട്ടുള്ള ആയത്തുകൾ നമുക്ക് വായിക്കാം, എന്നിട്ടോ അതിൽ നിന്ന് മബ്നിയായ പദങ്ങൾ കണ്ടെത്തുകയും അവയുടെ അടിയിൽ വരയിടുകയും ചെയ്യാം. ഇന്ന ഹാദിഹി തദ്കിറ, ആ പറഞ്ഞതിൽ ഏതാണ് മബ്നി? ഹാദിഹി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ താഴെ വരക്കണം.
അടുത്ത ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, അതിലേതാണ് മബിനി? ദാലിക്ക. ഈ ദാലിക്ക എവിടെ ഉപയോഗിക്കുമ്പോഴും ദാലിക്ക എന്നേ പറയുള്ളൂ, അതിന് മാറ്റം ഉണ്ടാവില്ല. അപ്പൊ അത് മബിനിയ. അപ്പൊ മാറ്റമില്ലാത്തത് മബിനിയും മാറ്റം വരുന്നത് മുഅറബ്. അടുത്തത് അൽ മുഅ്ജമു, നിഘണ്ടു. ഈ പാഠഭാഗത്ത് പ്രധാനപ്പെട്ട ചില പദങ്ങൾ. തവജ്ജഹ എന്ന് പറഞ്ഞ മുന്നിട്ടു എന്നാണ് അർത്ഥം. അതിന്റെ മുദാരി എങ്ങനെ ഉണ്ടാവും? യതവജ്ജഹു, തവജ്ജഹ യതവജ്ജഹു. അടുത്തത് വുളിഅ എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കപ്പെട്ടു അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ടു. അപ്പൊ നമുക്ക് ഏറെക്കുറെ ഈ പാഠം മനസ്സിലായിട്ടുണ്ടാകും. ചില പദങ്ങൾ അതിന്റെ അവസാനത്തിൽ മാറ്റം വരുന്നതും മാറ്റം വരാത്തതുമുണ്ട്. മാറ്റം വരുന്ന പദങ്ങൾക്ക് മുഅറബ് എന്നും മാറ്റം വരാത്ത പദങ്ങൾക്ക് മബിനി എന്നും പറയുന്നു. ഇഅ്റാബുകൾ 4 എണ്ണമാകുന്നു: റഫ്അ്, നസ്ബ്, ജർറ്, ജസ്മ്. ഇതാണ് ഈ പാഠത്തിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത്. അപ്പൊ ഈ ക്ലാസ് ശരിക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. പല ആവർത്തി ഇത് കേട്ട് ശരിക്കും മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.